ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികായേ നമഃ. ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളിൽ അനന്തകോടി പ്രണാമം. അമ്മ ശ്രീ ശാരദാംബയ്ക്ക് ഹൃദയസമർപ്പണം. ശ്രീ ഗുരുവും ശ്രീ ശാരദയും കൂട്ടായ്മയിലെ മുഖ്യ അഡ്മിനായ അനിലങ്കലിലും ഈ കൂട്ടായ്മയിലെ മറ്റെല്ലാ അംഗങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ചതയം മുതൽ ചതയം വരെ എന്ന ഈ തീർത്ഥയാത്രയിലെ ഇന്നത്തെ കഥ, രണ്ട് കാവൽക്കാർ. അന്നൊരിക്കൽ ഭഗവാൻ മാരാരിക്കുളത്ത് പനമ്പുകാട്ടിൽ കേശവ പണിക്കരുടെ വീട്ടിൽ വിശ്രമിക്കുകയായിരുന്നു. ഭഗവാന്റെ അമൃതവാണി കേൾക്കാനായി അനേകം ഭക്തരും അവിടെ എത്തിച്ചേർന്നിരുന്നു. മനക്കോടൻ കേശവൻ വൈദ്യരെ പോലുള്ള പ്രഗത്ഭമതികളും വന്നവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. നല്ലൊരു കുടുംബമായി പുലരാൻ ഓരോരുത്തരും അനുഷ്ഠിക്കേണ്ട ഗൃഹസ്ഥധർമ്മങ്ങളെക്കുറിച്ച് ഭഗവാൻ അവിടെ വന്നവർക്ക് ഉപദേശങ്ങൾ നൽകി. അതിനുശേഷം ഭഗവാൻ പറഞ്ഞു, ഇപ്പോൾ നിങ്ങളെല്ലാവരും ചേർന്ന് നമ്മെ ഒരു കാരണവരാക്കിയിരിക്കുകയാണ്. അതെന്താ ഗുരു അങ്ങനെ പറഞ്ഞത്? ഒരാൾ സംശയം ചോദിച്ചു. അത് മനസ്സിലായില്ലേ? നിങ്ങളെല്ലാം ഇപ്പോൾ നമ്മുടെ അനന്തരവരാണല്ലോ. അനന്തരവർക്ക് വേണ്ടതെല്ലാം ഉണ്ടാക്കി കൊടുക്കേണ്ടത് കാരണവരുടെ ചുമതലയാണ്. അനന്തരക്കാർക്കാണെങ്കിൽ ഉത്തരവാദിത്തമുള്ള ഒരു ജോലിയിലും താല്പര്യമില്ല. കാര്യമായ ചുമതലകൾ ഏൽക്കാനും വല്ലാത്ത മടിയാണ്. ഗുരുദേവൻ വിശദമാക്കി. അങ്ങ് ഒന്നുകൂടി തെളിച്ചു പറയണേ, ഒരു ഭക്തൻ അപേക്ഷിച്ചു. എങ്കിൽ ശ്രദ്ധിച്ചു കേട്ടോളൂ. പള്ളിക്കൂടം നിർമ്മിച്ചു കൊടുക്കണം, അതിനുവേണ്ട പണം ഉണ്ടാക്കണം, അതൊക്കെ കാരണവർ തന്നെ ചെയ്തു കൊള്ളണം എന്നൊക്കെയാണ് എല്ലാ അനന്തരക്കാരുടെയും വിചാരം അല്ലേ? ഭഗവാൻ എല്ലാവരെയും മാറി മാറി നോക്കി. ഞങ്ങൾക്കങ്ങനെ മോശമായ വിചാരമൊന്നുമില്ല സ്വാമി, കേശവൻ വൈദ്യർ ഭവ്യമായി പറഞ്ഞു. നാം മരുത്തോമലയിലെ ഒരു ഗുഹയിൽ ശാന്തമായി കഴിഞ്ഞുകൂടുകയായിരുന്നു. അവിടെ നിന്നാണ് ഇങ്ങോട്ട് പോകുന്നത്. ഏറ്റവും പ്രിയപ്പെട്ട രണ്ട് ചങ്ങാതിമാരെ അവിടെ ഉപേക്ഷിച്ചിട്ട് പോരേണ്ടി വന്നതിൽ ഖേദമുണ്ട്, ഭഗവാൻ വെളിവാക്കി. ആരാണ് ഗുരു ആ ചങ്ങാതിമാർ? കൂട്ടത്തിൽ ആരോ ചോദിച്ചു. ഒരു പാമ്പും പുലിയുമായിരുന്നു ഉറ്റ മിത്രങ്ങൾ. ഗുഹയിൽ കഴിഞ്ഞിരുന്നപ്പോൾ അവരായിരുന്നു നമ്മുടെ കാവൽക്കാർ. രാത്രിയിൽ പുലിയും പാമ്പും നമ്മുടെ ഇടതും വശത്തും വലതുവശത്തുമായി കിടന്നുറങ്ങും. നേരം പുലരുമ്പോൾ പാമ്പ് നമ്മുടെ ദേഹത്തു കൂടി ഇഴഞ്ഞുകയറി എവിടേക്കോ പോകും. പുലി നമ്മെ പ്രദക്ഷിണം വച്ച് യാതൊരു ശല്യവും ചെയ്യാതെ ഗുഹ വിട്ടുപോകും. ഭഗവാൻ തൻ്റെ അനുഭവം പങ്കുവച്ചു. എന്നിട്ട് പിന്നെ എല്ലാവർക്കും ആകാംക്ഷയായി. നന്ദി, നമസ്തേ.